നമ്മളിന്നൊരു പരീക്ഷണമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ഇതിലൂടെയാണ് നിങ്ങളും ഞാനും കൂടിയാണ് പരീക്ഷിക്കുന്നത്. അത് നമ്മളെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് തീരാനാവുമ്പോൾ പാത്രത്തിൻ്റെ മുകളിൽ എൻ്റെ ബർണറിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല, ഇങ്ങനെ കരി പിടിക്കും കേട്ടോ. ഞാൻ പിന്നെ ഈ പാത്രം എടുത്തിട്ടില്ല കേട്ടോ, ഇതിങ്ങനെ കരി പിടിച്ചിട്ട് എത്ര തേച്ചിട്ട് പോകുന്നില്ല. അത് ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടതാണ് ഒരു പരീക്ഷണം. ഇത് നമ്മൾ ബേക്കിംഗ് സോഡയാണ് കേട്ടോ, നമ്മൾ കടിയിലുണ്ടാക്കപ്പെടുന്ന ബേക്കിംഗ് സോഡയാണ്. അത് ബേക്കിംഗ് സോഡ ഉണ്ട്, പിന്നെ എന്താ അതിനകത്തൊരു വിനീഗർ ഉണ്ട് കേട്ടോ. അന്നേരം നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അവരിങ്ങനെയാണ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ പതയ്ക്കുന്നുണ്ട്. എന്താവും എന്നൊന്നും എനിക്കറിയില്ല, നോക്കാം, നമുക്ക് പരീക്ഷിച്ച് നോക്കാം. പോകുന്നുണ്ട്, ഇപ്പം തന്നെ പോകുന്നുണ്ട്. ഇനി ഇത് നമ്മളെ പാത്രം കഴുകുന്ന വിമ്മിൻ്റെ സോപ്പാണ് കേട്ടോ. അതെ, ഇത് ഇപ്പം തന്നെ കരി ഇളകി കിട്ടോ. എൻ്റെ കയ്യിൽ തന്നെ ഇതാ കരി ഇളകുന്നുണ്ടിനാ. ചക്കര എവിടെ വീഡിയോ എടുക്കുന്നേ? എൻ്റെ കയ്യിൽ തന്നെ തണ്ട കരി ഇളകുന്നുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് ചകിരിയും കൂടെ വന്നിട്ടൊന്ന് തേച്ച് നോക്കാം. ഞാൻ അത്ര അങ്ങ് അമർത്തിയിട്ട് തേക്കുന്നൊന്നുമില്ല കേട്ടോ, ഒരു മിനിമം ഇതിലാണ് തേക്കുന്നത്. ഞാനിത് ഉപേക്ഷിച്ച പാത്രമായിരുന്നു ഈ കരി കാരണം. നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ നമ്മളെ പാത്രം ഇതാ ഞാൻ ഒരുവിധം തേച്ചിട്ടുണ്ട്, കഴുകിയിട്ടൊന്നുമില്ല. കഴുകുന്ന നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. എന്താവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, നമുക്ക് നോക്കാവേ. ഇങ്ങോട്ട് അണിക്കടി കഴുകട്ടെ. അല്ല നമ്മളെ പാത്രം എന്താ ചകിരി ആക്കി, ആ ചകിരി ഇതാ. എന്തായാലും പാത്രം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് പാത്രം. നോക്ക്, കരി ഫുള്ള് കരിയായിരുന്നു പാത്രത്തിൽ. നല്ല അടിപൊളിയായിട്ട് ആ കരി ഫുള്ള് പോയിട്ടുണ്ട്. ഞാൻ ഗ്യാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് തീ കയറിയ പോലെ ആയിട്ട്. ഇതൊക്കെ പാത്രം എന്തായാലും അടിപൊളി പാത്രമായി. അതായത് പരീക്ഷണം കുഴപ്പമില്ല കേട്ടോ, നല്ല പരീക്ഷണമാണേ. കാരണം ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ പാത്രങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടാ.